നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രിയുടെ സന്ദേശം. 2047 വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് യാത്രയെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമെന്നും പ്രധാനമന്ത്രി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പതാക ഉയർത്തി പരേഡ് സ്വീകരിച്ചു. ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാരും പതാക ഉയർത്തി. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോലീസ് സേനാ മെഡലുകൾ സമ്മാനിച്ചു. AICC ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. വന്ദേമാതരം മുഴുവനായി പാടി. ആദ്യ 2 ചരണങ്ങൾ കഴിഞ്ഞ് ഖർഗെയും സോണിയയും ഇടപെട്ടിട്ടും ആലാപനം നിർത്തിയില്ല. പാടിയത് പുറത്തുനിന്നുള്ള ഗായകരെന്നും കൃത്യമായ നിർദ്ദേശം നൽകാത്തത് വീഴ്ചയെന്നും നേതാക്കൾ. പൊതുതാൽപര്യം മുൻനിർത്തി ചോദ്യങ്ങൾ ഉയരണമെന്നും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സർക്കാർ ജീവനക്കാരുടെ ഓണം അഡ്വാൻസ് ബോണസ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. 20,000 രൂപ ഓണം അഡ്വാൻസ്. ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാർക്ക് 3,000 രൂപ ഉത്സവ ഭത്ത. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം ഫ്ലോറൻസ് ദ്വീപിന് സമീപം. സമുദ്രത്തിനടിയിൽ 35 കിലോമീറ്റർ താഴെ. ശക്തമായ തുടർചലനങ്ങൾക്കു പിന്നാലെ സുനാമി മുന്നറിയിപ്പ്. ശ്രീലങ്കയിലെ ഗാലി സ്റ്റേഡിയത്തിൽ ഇന്ത്യയ്ക്ക് 600ാം ടെസ്റ്റ്. ശ്രീലങ്കയ്ക്കെതിരെ ഭേദപ്പെട്ട തുടക്കം. ലോകകപ്പ് ഹോക്കിക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് ഡിയിൽ ഇന്ത്യ എന്ന വെയിൽസിനെതിരെ. 80ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചെങ്കോട്ടയിൽ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം മുഴങ്ങി. രാജ്യം പ്രതീക്ഷയോടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവശക്തിയുടെ പങ്ക് നിർണായകമാണെന്നും പ്രധാനമന്ത്രി. 2047 വികസിത രാജ്യമെന്ന സ്വപ്നത്തിലേക്കാണ് ഇന്ത്യയുടെ യാത്ര. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ സ്വയം പര്യാപ്തത കൈവരിക്കാനായി എന്നും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രിയും സേനാ മേധാവിമാരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. പരമ്പരാഗത ചടങ്ങുകളുടെ ഭാഗമായി 21 ഗൺ സല്യൂട്ടുകൾ മുഴങ്ങി. വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. ചരിത്രത്തിലാദ്യമായി ചെങ്കോട്ടയിലെ ചടങ്ങിൽ ഇത്തവണ വന്ദേമാതരം ആലപിച്ചു. തുടർന്ന് രാജ്യം കൈവരിച്ച നേട്ടങ്ങളും ലക്ഷ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ആത്മനിർഭർ ഭാരത് എല്ലാ അർത്ഥത്തിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ്. യുവശക്തിയാണ് രാജ്യത്തിന്റെ കരുത്ത്. 2047 വികസിത രാജ്യമെന്ന സ്വപ്നം കൈവരിക്കണമെന്നും അതിനായി രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് താമസം, കുടിവെള്ളം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭരണഘടനയാണ് സർക്കാരിന് വഴികാട്ടുന്നത്. സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ആദ്യമായാണ് രാജ്യം ഇത്തരത്തിൽ സമഗ്ര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत का वाइब्रेंट लोकतंत्र है, भारत का मजबूत न्यायतंत्र है और हम सबको दिशा देने वाला भारत का संविधान है
और अब दुनिया हमारे इन सामर्थ्य को पहचानने लगी है और इसलिए 2014 के बाद दुनिया करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा है। अब देखिए कितना बड़ा अवसर आया है, लेकिन ये जो ट्रेड एग्रीमेंट्स हुए हैं ये एक बहुत बड़ा अवसर है और इसलिए खास करके मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है। दुनिया में हमें पहुंचना है। भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे। കൃഷി മുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യ വരെ 7 മേഖലകൾ കേന്ദ്രീകരിച്ച് വികസനം ഉറപ്പാക്കും. അടുത്ത ഒരു വർഷം 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട സാഹചര്യമില്ലാതെ ഇന്ത്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കുകയാണ്. നമ്മുടെ കഴിവിൽ വിശ്വസിക്കണമെന്നും വലിയ സ്വപ്നങ്ങൾ കാണണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. വന്ദേ മാതരത്തിന്റെ 150 വർഷത്തെ പാരമ്പര്യം യുവശക്തി ഫോർ വികസിത് ഭാരത് 2047 എന്ന ആശയത്തിലായിരുന്നു ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം. ചെങ്കോട്ടയിൽ നടന്ന ചടങ്ങുകളിൽ 5000-ലധികം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുത്തു. ഔദ്യോഗിക ക്ഷണമുണ്ടായിട്ടും ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വിട്ടുനിന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ച സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചില്ല. പ്രളയത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്ത് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തിയത്. ഇതേസമയം വ്യോമസേന ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. പ്രോട്ടോകോൾ തീരുമാനം പോലെ വന്ദേ മാതരത്തിന്റെ ആലാപനം ചടങ്ങിൽ ഉണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രി പരേഡ് പരിശോധിച്ചതിനു ശേഷം വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്നിവരുടെ അഭിവാദ്യം സ്വീകരിച്ചു. ലീഡിംഗ് കാഡറ്റ് നിവേദ്യ ആർ സുനിൽ നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് പ്രളയത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. പ്രളയത്തെ അതിജീവിക്കാൻ ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ദുരന്തമുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും. ക്ഷേമ പ്രവർത്തനങ്ങൾ ഔദാര്യമല്ല, അവകാശമാണ്. പുതുതലമുറയ്ക്ക് സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയണം. ലഹരി എന്ന വിപത്തിനെ പടിയിറക്കണമെന്നും ഇവ സർക്കാരിന്റെ മുൻഗണന പട്ടികയിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ പ്രധാന നേതാവിന് പോലും വിവേചനം നേരിടേണ്ടി വന്നതായി ഖാർഗെയുടെ പേര് പരാമർശിക്കാതെ മുഖ്യമന്ത്രി പറഞ്ഞു. യുവത രാഷ്ട്രീയ ബോധ്യം ഇല്ലാത്തവരല്ലെന്നും തിരുത്തൽ ശക്തിയാകാൻ അവർക്ക് കഴിയുമെന്നും അതാണ് സമീപകാല സംഭവങ്ങൾ തെളിയിച്ചതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. തുടർന്ന് NCC അശ്വാരൂഢ സേനയുടെ അഭ്യാസ പ്രകടനവും വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനാലാപനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. Corporal Anvia on Prithvi, Cadet Nivedita on Aman. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. വിവിധ മന്ത്രിമാർ ജില്ലാസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മന്ത്രി ഷിബു ബേബി ജോൺ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജൻസി സമരം വിജയകരമായി പര്യവസാനിച്ചതായും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനോഹാരിത വീണ്ടും തെളിഞ്ഞതായും മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. കോട്ടയത്ത് മന്ത്രി മോൻസ് ജോസഫ് പതാക ഉയർത്തി സേനകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ പുരോഗതി എന്നിവയിൽ ഒന്നാമതായിരുന്ന കേരളം കഴിഞ്ഞ കാലങ്ങളിൽ പിന്നോട്ടു പോയെന്ന്
മന്ത്രി മോൻസ് ജോസഫ് ആരോപിച്ചു. എല്ലാ വിഭാഗങ്ങൾക്കും നീതി നടപ്പാക്കുന്ന ഭരണവ്യവസ്ഥിതി തിരികെ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്നു. മന്ത്രി അനൂപ് ജേക്കബ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി PC വിശ്വനാഥ് അഭിവാദ്യം സ്വീകരിച്ച സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് എന്നീ വകുപ്പുകളും SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, JRC ബാൻഡ് ഉൾപ്പെടെ 22 പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. ആലപ്പുഴ ബീച്ചിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യാഘോഷത്തിൽ മന്ത്രി M. ലിജു ദേശീയ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ ഷാജി V. നായർ, ജില്ലാ പോലീസ് മേധാവി വിഷ്ണു എന്നിവർ വിവിധ സേനകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി റോജി M. ജോൺ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ G. പ്രിയങ്ക, സിറ്റി പോലീസ് കമ്മീഷണർ P. കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദേശ ഭരണത്തിൽ നിന്ന് മാത്രമല്ല, വിവേചനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് നാം നേടിയതെന്ന് മന്ത്രി റോജി M. ജോൺ പറഞ്ഞു. തൃശൂരിൽ മന്ത്രി OJ ജനീഷ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി PK ബഷീർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ലെന്നും ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും മാന്യമായി ജീവിക്കാനുമുള്ള അവകാശം കൂടിയാണെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ജില്ലാതല പരേഡും ചടങ്ങുകളും കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ നടന്നു. വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മികച്ച പ്ലാറ്റൂണുകൾക്കുള്ള ഉപഹാരങ്ങൾ മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി KM ഷാജി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. സായുധ പോലീസ്, എക്സൈസ്, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ പരേഡിൽ അണിനിരന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചുവെങ്കിലും വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച ശേഷമാണ് പതാക ഉയർത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ അല്ല വന്ദേമാതരം പാടിയതെന്നും വന്ദേമാതരത്തെ തടസ്സപ്പെടുത്താൻ ആരും ശ്രമിച്ചില്ല എന്നുമാണ് നേതാക്കൾ നൽകിയ വിശദീകരണം. സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പാർട്ടി നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. വന്ദേമാതരം പാടുന്നതിനിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെടാൻ ശ്രമിച്ചെങ്കിലും വന്ദേമാതരം പാടിക്കഴിഞ്ഞ ശേഷമാണ് പതാക ഉയർത്തിയത്. രാഹുൽ ഗാന്ധിയും വേദിയിലുണ്ടായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ വന്ദേമാതരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. നേരത്തെ വന്ദേമാതരത്തെ അപമാനിച്ചാൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലിനെയും കോൺഗ്രസ് പാർലമെന്റിൽ എതിർത്തിരുന്നു. അതേസമയം പാർട്ടി ആസ്ഥാനത്ത് വന്ദേമാതരം പാടിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല എന്ന വിശദീകരണമാണ് നേതാക്കൾ നൽകിയത്. വന്ദേമാതരത്തെ ആരും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചില്ലെന്നും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഡോക്ടർ BR അംബേദ്കർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുതാൽപര്യം മുൻനിർത്തി ചോദ്യങ്ങൾ ഉയരുന്നതും സംവാദങ്ങളും ജനാധിപത്യത്തിൽ ആവശ്യമാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നിലനിൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും അതിനെ സമൃദ്ധവും സുരക്ഷിതവും സമ്പന്നവുമാക്കുക എന്ന ദൗത്യം ഇനിയും ബാക്കിയാണെന്നും നാഗ്പൂരിൽ RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷമുള്ള ചടങ്ങിൽ മോഹൻ ഭാഗവത് പറഞ്ഞു. प्रश्न जब उठाते तो जोर से उठाना पड़ता है, उस पर कृत्य हो इतना बल लगाना पड़ता है. आंदोलन होते सब होते हैं, लेकिन करते समय ध्यान में रखना, संविधान निर्माताओं ने देश की संसद को
संविधान प्रदत्त करते समय जो 2 भाषण दिए हैं डॉक्टर बाबा साहब आम्बेडकर ने, उस തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത നടി തൃഷ. ചെന്നൈയിലെ ഫോർട്ട് സെന്റ് ജോർജിൽ നടന്ന പരിപാടിയിൽ തൃഷ ശ്രദ്ധാകേന്ദ്രമായി. അമ്മ ഉമാകൃഷ്ണനൊപ്പമാണ് നടി പരിപാടിയിലെത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ മാതാപിതാക്കളായ എസ് എ ചന്ദ്രശേഖർ, ശോഭ ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പമാണ് തൃഷ വേദിയിൽ ഇരുന്നത്. പരേഡിനിടെ വിജയെ തൃഷ സല്യൂട്ട് ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലും തൃഷ പങ്കെടുത്തിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം മുഖ്യമന്ത്രി വിജയ് പരേഡിനെ അഭിവാദ്യം ചെയ്യുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. അമൃത ടെലിവിഷൻ വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിൽ ജീവനക്കാർ ഒത്തുചേർന്ന് സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രോഗ്രാം വിഭാഗത്തിലെയും കൊച്ചി ബ്യൂറോയിലെയും ജീവനക്കാർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കേർന്നു. അമൃത ടി വി ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരേ സമയം ദേശീയ ഗാനവും വന്ദേമാതരവും ആലപിച്ച അംഗങ്ങൾ. മേയറുടെ നേതൃത്വത്തിൽ LDF അംഗങ്ങൾ ദേശീയ ഗാനവും BJP കൗൺസിലർമാർ വന്ദേമാതരവും ആലപിക്കുകയായിരുന്നു. 2 വിഭാഗവും ഒരേ സമയം ഗാനം ആലപിക്കുകയായിരുന്നു. BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിച്ചപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ദേശീയഗാനം പാടി അവസാനിപ്പിച്ച് തിരിഞ്ഞു നടന്നു. ആ സമയവും BJP അംഗങ്ങൾ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ വേദിക്കരികിൽ വന്ദേമാതരം ചൊല്ലി BJP. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല ആഘോഷ പരിപാടിക്ക് മുന്നിലാണ് വന്ദേമാതരം ആലപിച്ചത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നിന്ന് ജാഥയായാണ് പ്രവർത്തകർ തേക്കിൻകാട്ടിലെത്തിയത്. സ്വാതന്ത്ര്യദിനത്തിൽ BJP വന്ദേമാതരം ആലപിച്ച സംഭവത്തിൽ പ്രതികരണവുമായി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. BJPയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ സ്വാതന്ത്ര്യദിനം തെരഞ്ഞെടുത്തത് അപലപനീയം. ഇത് ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് BJP സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ദിനമായിരുന്നു ഇന്ന്. ഹൈക്കോടതി വിധിയുടെ ലംഘനമാണ് BJP നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഇത്രയും മഹത്തരമായ സ്വാതന്ത്ര്യ ദിനം തെരഞ്ഞെടുത്തത് തികച്ചും അപലപനീയമാണ്. BJPക്കെതിരെ വിമർശനവുമായി മന്ത്രി OJ ജനീഷ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കവേ അതിന് സമാന്തരമായി BJP പ്രവർത്തകർ അവിടെ എത്തി വന്ദേമാതരം ആലപിച്ച് പ്രതിഷേധിച്ച നടപടി സ്വാതന്ത്ര്യദിനത്തിന്റെ പവിത്രതയെ അപമാനിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. BJPക്ക് ഈ ദിനത്തിൽ പ്രത്യേകിച്ച് പങ്കില്ലാത്തതുകൊണ്ടാകാം പ്രതിഷേധ ദിനമായി അവർക്ക് തോന്നുന്നത്. വന്ദേമാതരം തെറ്റായി ചൊല്ലാതിരിക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. BJP നീക്കം സ്വാതന്ത്ര്യദിനത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തിൽ അത്തരത്തിലൊരു പ്രതിഷേധ ഭാഗമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് അത് ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാണ്. BJPക്ക് സ്വാഭാവികമായും ഈ ദിനത്തെ സംബന്ധിച്ച് വലിയ അധ്വാനത്തിൻ്റെ പങ്കില്ലാത്തത് കൊണ്ട് കൂടിയായിരിക്കാം അവർക്കിതൊരു പ്രതിഷേധ ദിനമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ വന്ദേമാതരം ആലപിക്കുന്നത് അവിടെ മുഴുവനായി ആലപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരത്തിന് മുഖ്യമന്ത്രി കീഴടങ്ങിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. വന്ദേമാതരത്തിനെതിരായി നിലപാടെടുക്കുന്നത് പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുക. രാജ്യത്തൊരു നിയമമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ കേരളത്തിനും ബാധ്യതയുണ്ടെന്നും ഷോൺ ജോർജ് കോട്ടയത്ത് പറഞ്ഞു. കേരളത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ദേശഭക്തി തെറ്റാണെന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. വന്ദേമാതരത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. പൊതുപരിപാടിയിൽ ആലപിച്ചില്ല, സ്കൂളിലും ആലപിക്കുന്നില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വഴി മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്ന ആ തിട്ടൂരം മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ തിട്ടൂരത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അതേ പറയാനുള്ളൂ. തൃശൂർ ചേലക്കരയിൽ ദേശീയ പതാക ഉയർത്തിയത് തലകീഴായി. പുലാക്കോട് CITU യൂണിയനാണ് ദേശീയ പതാക തലകീഴായി ഉയർത്തിയത്. സംഭവത്തിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ച സർക്കാർ. ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി 3000 രൂപ ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. ഉത്സവ ബത്ത വിതരണം തിങ്കളാഴ്ച ആരംഭിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും 20,000 രൂപയും പാർട്ട് ടൈം, കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് 6000 രൂപയുമാണ് അഡ്വാൻസ് അനുവദിച്ചിരിക്കുന്നത്.
ഇടുക്കി എഴുകുംവയൽ ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി. അച്ഛനെയും അമ്മയെയും ദൈവസന്നിധിയിലേക്ക് അയക്കാൻ ദൈവം പറഞ്ഞുവെന്നും അതിനാൽ രണ്ടുപേരെയും കൊലപ്പെടുത്തിയെന്നുമാണ് പ്രതി അജീഷ് പോലീസിനോട് പറഞ്ഞത്. ഇന്നലെ രാത്രിയിലാണ് യുവാവ് മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. നെടുങ്കണ്ടം എഴുകുംവയൽ പാറത്തറയിൽ ആന്റണിയും ഭാര്യ വത്സമയുമാണ് കൊല്ലപ്പെട്ടത്. മകൻ അജീഷിനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്തോനേഷ്യയിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. ഇതിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഭൂചലനത്തിൽ 20 പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കിഴക്കൻ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിൽ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് ഭൂചലനമുണ്ടായത്. ആദ്യം 6.1 തീവ്രതയിലുള്ള ഭൂചലനവും പിന്നാലെ 7.7 രേഖപ്പെടുത്തിയ ശക്തമായ ചലനവുമുണ്ടായി. നിരവധി ശക്തിയേറിയ തുടർചലനങ്ങളും രേഖപ്പെടുത്തി. ഭൂചലനത്തിന് പിന്നാലെ കടൽ മീറ്ററുകളോളം പിൻവലിഞ്ഞു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സമുദ്രത്തിനടിയിൽ 35 കിലോമീറ്റർ താഴെയാണ് പ്രഭവകേന്ദ്രം. കടലിൽ 1/2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് ആളുകളെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു. ഭൂചലനത്തിൽ കെട്ടിടങ്ങൾ കുലുങ്ങുന്നതും ജനങ്ങൾ പരിഭ്രാന്തരാകുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് നല്ല തുടക്കമാണ് KL രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്ന് നൽകിയത്. 32 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ റണ്ണൌട്ട് ആവുകയായിരുന്നു. ഇന്ത്യ ഇപ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസ് എന്ന നിലയിലാണ്. മഴ മൂലം ഇപ്പോൾ മത്സരം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ 600-ാം ടെസ്റ്റ് മത്സരം എന്ന സവിശേഷതയും ഈ പോരാട്ടത്തിനുണ്ട്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരേണ്ടതുണ്ട്. ഹോക്കി ലോകകപ്പിന് ഇന്ന് തുടക്കം. ബെൽജിയവും നെതർലൻഡ്സുമാണ് ആതിഥേയർ. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ ഇന്ന് വൈകിട്ട് 4:30 വെയിൽസിനെ നേരിടും. വനിതകൾ നാളെ വൈകിട്ട് 4:30 ചൈനയുമായി ഏറ്റുമുട്ടും. ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ മറക്കാതെ കാണുക. നമസ്കാരം.